ഗൈസ് ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. ഗൈസ് നമ്മൾ ഇന്ന് കുറച്ചുപേരുടെ ആഗ്രഹങ്ങൾ ഇന്ന് സാധിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മളിവിടെ ഒരു അമ്മച്ചീനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അമ്മച്ചി ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നു. നമുക്ക് അമ്മച്ചിയോട് ചോദിച്ചൊക്കെ ആഗ്രഹം എന്താ? അമ്മച്ചിക്ക് ഇപ്പൊ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ആഗ്രഹമായിരിക്കും അമ്മച്ചിക്ക് വേണ്ടത്? എന്താന്ന് പറയാൻ മക്കളെ, എല്ലാം കഴിച്ചത് ഞാൻ ഒരു മാടത്ത് കിടക്കണം മക്കളെ. എന്തായാലും ഒരു ആഗ്രഹം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ സാധിച്ചു തരാം. എന്താന്ന് പറയാൻ മക്കളെ, എനിക്ക് 5 പൈസ ഇല്ല. ഞാൻ ഒരു ഇരപ്പക്കുടിയിലാണ് കിടക്കുന്നത് മക്കളെ. അമ്മച്ചിയുടെ വീട് എവിടെ? കുറച്ച് താഴെ പോണം മോനെ. അമ്മച്ചി ഒരു ആഗ്രഹം പറ. അമ്മച്ചി എന്തോ ഒരു ആഗ്രഹം പറ. അമ്മച്ചി എങ്ങനെ മേടിക്കും വീട്ടിലത്തെ സാധനങ്ങള്? പെൻഷൻ കിട്ടും കേട്ടാ. അതുകൊണ്ട് ഇതിപ്പം കിട്ടിയില്ല. ക്രിസ്മസിന് കിട്ടിയത് ഒരു മാസം. അതുകൊണ്ട് വല്ലതും ഇപ്പൊ കിട്ടിയിട്ടില്ല. ഇല്ല. അങ്ങനെയാണ് കഴിയുന്നത്. ഇന്ന് അമ്മച്ചിക്ക് നമ്മൾ ഒരു മാസത്തെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം പിന്നെ അമ്മച്ചിയുടെ ഇന്ന് ഒരു മാസത്തെ മരുന്നെല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കും. സന്തോഷമാണ് അമ്മച്ചിക്ക്. ഇങ്ങനെ നാണിക്കല്ലേ അയ്യേ. എനിക്കൊരു സങ്കടം വരുന്ന നമ്മൾ കറക്റ്റ് അർഹതപ്പെട്ട ഒരാളെ കിട്ടിയിട്ടുണ്ട്. അമ്മച്ചിക്ക് വീട്ടിൽ ഒരു സാധനവും ഇല്ല, മരുന്നുകളില്ല. മരുന്നും ബി.പിയും കൊളസ്ട്രോളും കുറച്ചേ ഉണ്ട്, ബാക്കിയൊന്നും ഇല്ല. നമുക്ക് എല്ലാം മേടിച്ചു കൊടുക്കാൻ. അമ്മച്ചി 25 വർഷമായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അമ്മച്ചി ഇപ്പൊ സ്വന്തമായിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത്. മക്കൾ ആരും ഇല്ല ഉണ്ടാക്കി തരാൻ. ഭർത്താവ് മരിച്ചിട്ട് 35 വർഷം കഴിയേ. അന്ന് തൊട്ട് എനിക്ക് കഷ്ടതന്നെ. ഞാൻ പിന്നെ വന്നിട്ടില്ല. ഇല്ല, ഞാൻ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല. പണം വാങ്ങിക്കാനൊന്നും പോകില്ല. ചില്ലറയ്ക്ക് 1/2 കിലോ അരിയോ വല്ലതും. റേഷൻ കടയിൽ നിന്നാണോ അപ്പൊ സാധനങ്ങൾ മേടിക്കുന്നത്? ഓ മക്കളെ, 5 കിലോ അരി കിട്ടും. 5 കിലോ തേച്ച് കിട്ടൂല എങ്കിലും 5 കിലോ അരി അമ്മച്ചിക്ക് നമ്മൾ ഹെവി ആയിട്ട് മേടിച്ച് വീട്ടിൽ കൊണ്ടുവിടും കേട്ടോ. വെള്ള അരിയൊക്കെ മോളെ. ഒരു കെട്ട് എടുത്താൽ മാത്രം പോരെ, നമുക്ക് 2 കെട്ടെടുക്കാം. ഇത്രയും മതി എന്നാണ് അമ്മച്ചി പറയാ. ഉറപ്പിന്നെ അമ്മച്ചി? അമ്മച്ചിക്ക് ഇനി ഓട്സ്. അമ്മച്ചിക്ക് ഒരു ഓട്സ്. പാത്രം കാണുന്ന സോപ്പ് വേണോ? പാത്രം കാണുന്ന സോപ്പ് അമ്മച്ചി എടുത്തോ. അമ്മച്ചി ധൈര്യമായിട്ട് എടുത്ത് അതിനകത്ത് ഇട്ടോ അമ്മച്ചി. ഹാപ്പി സന്തോഷമായ അമ്മച്ചിക്ക്. അമ്മച്ചിക്ക് എത്ര മതി? മതി മക്കളെ. പോവാം അമ്മച്ചി. നമ്മൾ അമ്മച്ചിയുടെ ബി.പിയുടെയും കൊളസ്ട്രോളിന്റെ മരുന്നൂടെ മേടിച്ചിട്ടുണ്ട്. അമ്മച്ചിന്റെ വീട്ടിൽ പോകും. സാധനങ്ങളെല്ലാം നമുക്ക് വച്ചു കൊടുക്കണ്ടേ വീട്ടിൽ? അതിന്റെ പനി കഴിച്ചു. അമ്മച്ചിയുടെ വീട്. ഫാനൊന്നുമില്ലല്ലേ? രാവിലെ അമ്മച്ചി ബസ് സ്റ്റാൻഡിൽ വെറുതെ പോയിരുന്നാണെന്ന് ഗൈസ്. പൊട്ടിച്ചൂടെ എല്ലാം വച്ചു കേട്ടോ അമ്മച്ചിക്ക്. വയ്ക്കാൻ സ്ഥലമില്ല. അമ്മച്ചിയുടെ നമ്പർ ഞാൻ എടുത്തേ. ഞാൻ വിളിക്കാം, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്തുണ്ടെങ്കിലും മടി കൂടാണ്ട് പറയണം. ഇതുപോലെ മടി വിരിച്ചിരിക്കരുത്. ഓക്കെ, പോയിട്ട് വരാവേ. കരയല്ലേ വരാവേ.
അമ്മച്ചീനെ കണ്ട അങ്ങനെ ഇറങ്ങി ഗൈസ്. നമ്മൾ സബ്സ്ക്രൈബറിനായാലും കിട്ടിയ അത്രയും നല്ലത് ഗൈസ്. നമ്മുടെ സ്വന്തം ഓഡിയൻസിനാണ്. സബ്സ്ക്രൈബേഴ്സിനെ കാണുകയാണെങ്കിൽ നല്ല. നോർമലി ഇവിടെ മുമ്പ് ആരെങ്കിലൊക്കെ കാണുന്നതാണ്. കാണാറുണ്ടോ? നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവേ? ഇപ്പൊ പറയാം, ആഗ്രഹം ഇപ്പൊ സാധിച്ചു തരാം. പെട്ടെന്ന് പറ. ഒരു ആഗ്രഹം ഇല്ലേ നിനക്ക്? ഒന്നുമില്ലേ? നല്ല നല്ല ഒച്ച. ഞങ്ങള് നിന്നെ കൺസേൺ അവിടെ നിർത്തിയോ? അതാ നിന്റെ അച്ചേട്ടൻ. ഒരു ആഗ്രഹവും ഇല്ല. ഫോട്ടോ എടുത്തിരുന്നേ കൊള്ളായിരുന്നു. ഒരു ഫോട്ടോ എടുത്തിരുന്നേ കൊള്ളായിരുന്നു. അതിലൊരു ഫോട്ടോ എടുക്കാം. വന്നോ. ചെക്കൻ്റെ അടുത്ത് ചോദിച്ചപ്പോ ചെക്കൻ ഒരു ആഗ്രഹവും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അടുത്ത ആളെ കണ്ടുപിടിച്ചാലാ? നല്ല ദിവസമായിട്ട് നല്ല ആൾക്കാരെയൊക്കെ കാണുന്നു ഗൈസ്. ഇത് തന്നെ നല്ലൊരു ദിവസമാണ്. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ സാധിച്ചു. ജോലിക്ക് പോയിട്ട് വരുന്ന ഫുഡ് കഴിച്ചോ? എന്തായാലും പറഞ്ഞു ഇപ്പൊ ആന്റിക്ക് ഇപ്പം അത് ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനെ തോന്നുന്നത്. വീട്ടിലത്തേക്ക് സാധനം എന്തെങ്കിലും മേടിക്കണം. എന്തേലൊക്കെ. ആന്റിക്ക് ഒരു ആഗ്രഹവും ഇല്ല. ആന്റിക്ക് പറയാൻ മക്കളൊക്കെ ഉണ്ടോ വീട്ടില്? കൊച്ചുമോളുണ്ട്. അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ഇപ്പൊ ആഗ്രഹം ഉണ്ടോ? ജീപ്പ് വാങ്ങി ചോദിക്കാൻ എന്തായിരുന്നു, പക്ഷേ പൈസ ഇല്ലാക്കുണ്ട്. കൊച്ചുമോളുണ്ട്. ബർത്ത്ഡേക്ക് ജീപ്പ് മേടിച്ചു കൊടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പൈസ ഇല്ലാത്തോണ്ട് കൊടുത്തില്ല. ആക്സിഡന്റ് തട്ടുമ്പോ പോകുന്ന സാധനം അല്ലേ? അതന്നെ. എവിടെയെങ്കിലും പോയി നോക്കിയായിരുന്നു ആ സാധനം? അപ്പൊ ആന്റി കൊച്ചുമോൾക്ക് ജീപ്പ് സർപ്രൈസ് കൊടുത്തു. ഞങ്ങൾ മേടിച്ചു തരാം ആന്റിക്ക്. നമ്മള് കാറ് മേടിക്കാൻ വേണ്ടിട്ട് പോകുന്നു ആന്റിയുടെ കൊച്ചുമോൾക്ക് വേണ്ടിട്ട്. പണിയുണ്ട്, അപ്പൊ ഫ്രീ ആവാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് മേടിച്ചോണ്ട് വരാം. കടയിലോട്ട് വന്ന് ഇവിടെ കിട്ടുമില്ല നമുക്ക് അറിയത്തില്ല. അതിന് അടുത്തുള്ള കടയിലാണ് നമ്മൾ വന്നത്. ആന്റി പറഞ്ഞു ആന്റിക്ക് സജഷൻ റെഡ് കളർ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് വേണ്ട സാധനം അതാണ്. റെഡ് ഇല്ല, ബ്ലാക്കേ ഉള്ളൂ. കാരണം ഈ ഒരു ഏരിയയില് ഇതുപോലെ. ചേച്ചി നമ്മള് നേരത്തെ വീഡിയോ എടുത്തിട്ട് വന്നില്ലേ ചേച്ചിയാ? ചേച്ചി റെഡ് കളർ ഇല്ല, ബ്ലാക്ക് കളർ എടുക്കട്ടെ? ആ ഓക്കെ 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 ഓക്കെ, ബ്ലാക്ക് കളർ എടുക്കാം. അതെടുത്തോട്ടെ. എനിക്ക് ശരിക്കും പറഞ്ഞ സ്റ്റാമിന ഇല്ല. എനിക്ക് പനി ആയതുകൊണ്ടാണ്. പനിയായിട്ട് ഞാൻ വീടിൽ വന്ന ഡെഡിക്കേഷൻ ആണ് സമ്മതിക്കേണ്ടത്. പറ നീ അങ്ങനെ പറ, ഞാൻ പറഞ്ഞാൽ അത് ഗത്താവത്തില്ല. അഭിന് സ്റ്റാമിന ഉള്ള, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാമിന ഉള്ള അഭിനാണ്. അവിടെ റെഡ് കളർ ഇല്ലായിരുന്നു, അവിടെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് വണ്ടിക്ക് ഇറങ്ങി. ചാർജറും എല്ലാം അകത്തുണ്ട് ആന്റി. പോട്ടെ ആന്റി. ആന്റിനെ പറഞ്ഞ വഴി അവിടെ വെച്ച് കണ്ടേ, നിംസിനെ അവിടെ വെച്ച്. അടുത്ത 3 വയസ്സാണോ കുഞ്ഞുമോൾക്ക്? ആ സർപ്രൈസ് ആയിട്ട് കൊടുത്താൽ മതി. ഓക്കെ പോന്നെ ഞങ്ങളെ. നമ്മള് ആഗ്രഹം പറഞ്ഞ 2 പേർക്ക് നമ്മൾ സാധിച്ചു. 2 പേരില്ലേ അർഹതപ്പെട്ടവര്? ആന്റിയുടെ ചേച്ചിക്കും വയ്യ, ഭർത്താവിനും വയ്യ. ആന്റി അതുകൊണ്ടാണ് ജോലിക്ക് പോകുന്നത് ഒറ്റയ്ക്ക്. അപ്പൊ പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു ആഗ്രഹം ചെയ്യണം തോന്നിയ അപ്പൊ എന്ത് ആഗ്രഹമായിരിക്കും പറയുന്നത്? എന്തായാലും ഇപ്പൊ ആഗ്രഹം ചെയ്യണം തോന്നിയ ഇപ്പൊ എന്ത് ആഗ്രഹമായിരിക്കും പറയുന്നത്? ഇപ്പൊ ചെയ്തു തരാം. ആഗ്രഹം തോന്നുന്നു നമുക്ക് ഇനി പൈസ എടുത്ത് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടേ ഉള്ളൂ, അതേ ഉള്ളൂ നമുക്ക്. നമ്മളെ ഇപ്പൊ എന്തെങ്കിലും ചെയ്യണം തോന്നിയ അപ്പച്ചൻ എന്ത് പറയും? ഒന്നും കിട്ടുന്നില്ല. അപ്പച്ചന് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും മേടിക്കണം. വീട്ടിലെ വൈഫിനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. വൈഫിന് പുതിയ സാരി അതൊക്കെ മേടിച്ച് അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നടക്കില്ല. ഇപ്പൊ നടത്താല്ല. അമ്മച്ചിക്ക് ഒരു സാരി, ഒരു ചപ്പൽ, ഇതെല്ലാം ഒരു സെറ്റോടെ നമ്മൾ മേടിച്ച് അമ്മച്ചിക്ക് കൊണ്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അമ്മച്ചി ഹാപ്പി ആയിരിക്കല്ലേ? നമ്മ കൊടുത്താലേ പോയി
സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പുതിയ സാരി. അല്ലേ? Gentleman. That's the gentleman. പിന്നെ അപ്പൊ എന്നോട് ചോദിക്കാൻ പോയി ഭാര്യയുടെ ചെരുപ്പിന്റെ സൈസ് എത്ര? 8. കൊള്ളാമോ? സാരി എടുക്കാൻ അറിയാത്ത രണ്ടുപേർ സാരി. ഇത് ഇടയ്ക്ക് റെയിലിൽ കണ്ടതാണ്. ഡൺ. എല്ലാം മേടിച്ച് അപ്പാപ്പന് ഇഷ്ടപ്പെടുമോ എന്തോ ഇതൊക്കെ. ഗൈസ് നമ്മൾ അങ്ങനെ ചേട്ടന് വേണ്ടിയിട്ടുള്ള സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട്. സാരിയും സാധനം കുറെ സമയം കേട്ടോ, ഒരു 1 hour ആയി. ഞങ്ങള് മേടിച്ച് സാധനം നോക്കി നോക്കി. ഇഷ്ടപ്പെട്ടാ? ചേരുവോ ഭാര്യക്ക്? ചേരും. ചപ്പലിടാൻ എടുത്തിരിക്കണേ. അപ്പൊ പോയി സർപ്രൈസ് കൊടുത്താ മതി ഭാര്യക്ക്. ഫുഡ് കഴിച്ചാ? ഫുഡ് കഴിച്ചില്ല. ഫുഡ് 10 മണി കഴിക്കും. ഹാപ്പി ആയില്ലേ? അതെ. ഭാര്യയോട് പറയണം. ഗൈസ് നമ്മൾ കൊടുത്ത എല്ലാവരും ഹാപ്പിയായി, നമ്മൾ ഹാപ്പിയായി. ഗൈസ് വീഡിയോ പിന്നെ നമ്മൾ പെട്ടെന്ന് ചെയ്തായിരുന്നു. നമുക്കങ്ങനെ ഇത്ര സമയം പ്ലാൻ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഇന്നലെ തോന്നി, ഇന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത്. റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ഹാപ്പി, നിങ്ങൾ ഹാപ്പി എന്ന് വിചാരിക്കുന്നു ഗൈസ്.